എല്ലാവർക്കും നമസ്കാരം. ജ്യോതിശാസ്ത്രത്തിൽ ഏറ്റവും ശുഭഗ്രഹമായി കണക്കാക്കപ്പെടുന്ന ഗുരു അഥവാ വ്യാഴം 2026 ജൂൺ 2 പുതിയ രാശിയിലേക്ക് പ്രവേശിക്കുകയാണ്. അതായത് ഇപ്പോൾ നിൽക്കുന്ന മിഥുനം രാശിയിൽ നിന്നും കർക്കിടകം രാശിയിലേക്ക്. കർക്കിടകത്തിലെ വ്യാഴം ഭൂമിയിലേക്ക് അതിശക്തമായ വ്യാഴബലം എത്തിക്കും. കർക്കിടകം വ്യാഴത്തിൻ്റെ ഉച്ചരാശിയായതിനാലാണിത്. വ്യാഴത്തിൻ്റെ ശക്തി ഭൂമിയിൽ കൂടുതലായി എത്തുമ്പോൾ സത്കർമ്മങ്ങൾ കൂടും. ഭാഗ്യം, ജ്ഞാനം, ധനം, സന്താനം, ആത്മീയത എന്നിവയുടെ കാരകനായ ഗുരുവിൻ്റെ ഈ രാശിമാറ്റം പലർക്കും പുതിയ അവസരങ്ങളും പ്രതീക്ഷകളും നൽകുന്നതാണ്. എന്നാൽ ഇവിടെ ഈ രാശിമാറ്റത്തോടൊപ്പം 2026 ഗുരുവിൻ്റെ അതിചാരവും പിന്നീട് വരുന്ന മൗഢ്യാവസ്ഥയും ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളാണ്. ഗുരുവിൻ്റെ ഈ ഗതിവ്യതിയാനങ്ങൾ വ്യക്തിജീവിതത്തെയും സാമൂഹിക രംഗത്തെയും എങ്ങനെ സ്വാധീനിക്കും? ഭാഗ്യം വർദ്ധിക്കുമോ? അതോ ചില മേഖലകളിൽ തടസ്സങ്ങൾ നേരിടേണ്ടി വരുമോ? ഇങ്ങനെയുള്ള തടസ്സങ്ങൾക്ക് എന്താണ് പ്രതിവിധി? ഈ രണ്ട് അവസ്ഥകളും 12 രാശിക്കാരുടെയും ജീവിതത്തിൽ എന്തെല്ലാം സൂചനകൾ നൽകുന്നു എന്നൊക്കെയാണ് ഈ ഒരു വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നത്. 2026-27 കാലഘട്ടത്തിൽ ഗുരുവിൻ്റെ സഞ്ചാരം നോക്കാം. അതായത് രാശിയിൽ ഒരു വർഷം നിന്നുകൊണ്ടാണ്, അതായത് കർക്കിടക രാശിയിൽ തന്നെ ഒരു വർഷം നിൽക്കേണ്ട ആ ഒരു വ്യാഴം വെറും 152 ദിവസം കൊണ്ട് ചിങ്ങം രാശിയിലെത്തുന്നുണ്ട്. അതായത് 2/6/2026 കർക്കിടക രാശിയിൽ പ്രവേശിക്കുന്ന വ്യാഴം 31/10/2026 വരെയാണ് ആ കർക്കിടക രാശിയിൽ നിന്നിട്ട് ചിങ്ങം രാശിയിലോട്ട് കടക്കുകയാണ്. അതായത് വളരെ വേഗത്തിലാണ് ഗുരുവിൻ്റെ സഞ്ചാരം എന്ന് മനസ്സിലാക്കുക. അത്രയും വലിയൊരു ഗ്രഹം വളരെ ഭയങ്കരമായ വേഗത്തിലാണ് രാശി കടക്കുന്നത്. ഇത് ഭൂമിയെ ഏതൊക്കെയോ രീതിയിൽ ഉലയ്ക്കുമെന്നുള്ളതിന് സംശയം വേണ്ട. ഈ ഒരു അതിചാരം ഭൂമിയിലുള്ള ജനങ്ങൾക്ക് രോഗങ്ങളായിട്ടും അതുപോലെ തന്നെ യുദ്ധക്കെടുതികളായിട്ടും സാമ്പത്തിക അസ്ഥിരതയായിട്ടും ഒക്കെ അനുഭവിക്കാനുള്ള ഒരു സാധ്യതയാണ് കാണേണ്ടത്. ഇതുകൊണ്ട് തന്നെ ആവണം ആലോചിച്ചും പ്രവർത്തിച്ച് ജീവിക്കണം എന്നുള്ളതൊക്കെ ഭരണാധികാരികൾ നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. മറ്റൊരു വിശേഷമുള്ളത് മിഥുനം 31 മുതൽ തന്നെ വ്യാഴത്തിന് മൗഢ്യം സംഭവിക്കുന്നു എന്നുള്ളതാണ്. മിഥുനം 31 മുതൽ കർക്കിടകം അവസാനം വരെ കർക്കിടകം രാശിയിൽ നിൽക്കുന്ന വ്യാഴത്തിന് മൗഢ്യവുമാണ്. അപ്പോൾ വ്യാഴത്തിന് കർക്കിടകം രാശിയിൽ നിന്ന് കിട്ടേണ്ടതായ ആ ഉച്ചബലമൊന്നും ഭൂമിയിലെത്തുകയില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെ അതിൻ്റെ കൂടെ അതിചാരവും വളരെ വേഗത്തിൽ സഞ്ചരിക്കുകയും ചെയ്യുന്നു. അങ്ങനെ 31/10/2026 ശേഷം ചിങ്ങം രാശിയിലേക്ക് പ്രവേശിക്കുന്ന വ്യാഴം 25/1/2027 വരെ ചിങ്ങം രാശിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഈ ചിങ്ങം രാശിയിൽ നിന്നിട്ട് വീണ്ടും ഇത് വക്രഗതിയിൽ വീണ്ടും കർക്കിടകത്തിലോട്ട് പോകുന്നു എന്നുള്ളതാണ് അറിയേണ്ടത്. അത് 13/4/2027 വരെയും അവിടെ കാണും എന്നുള്ളതാണ്. കർക്കിടകം രാശിയിൽ കാണും. അതിനുശേഷം വീണ്ടും ചിങ്ങം രാശിയിലേക്ക് കടക്കും. ഇങ്ങനെ വ്യാഴത്തിന് അതിചാരവും വക്രവും മൗഢ്യവും എല്ലാം കൂടി ഭൂമിയിലെ ജീവജാലങ്ങൾക്ക് അനേക വിധത്തിലുള്ള പ്രശ്നങ്ങളാണ് അഭിമുഖീകരിക്കേണ്ടി വരുന്നത്. പോരെങ്കിൽ കർക്കിടകത്തിലേക്ക് വരുന്ന വ്യാഴത്തിന് പാപഗ്രഹമായ കുജൻ്റെ ദൃഷ്ടിയുണ്ട്. അങ്ങനെയുള്ള വ്യാഴം ശനിയെ ദൃഷ്ടി ചെയ്യുന്നുമുണ്ട്. ഇങ്ങനെ പാപഗ്രഹങ്ങളുടെ സംബന്ധമാണ് ഈ ഒരു വ്യാഴത്തിനുള്ളത്. ഒരു വസുന്ധരായോഗം തന്നെയാണ് അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതുപോലെയുള്ള വസുന്ധരായോഗം ഉള്ള സമയത്ത് തന്നെയാണ് കോവിഡ് എന്ന മഹാമാരി ലോകത്തെ തന്നെ നിശ്ചലമാക്കിയത്. അതുകൊണ്ട് തന്നെ ഈ ഒരു അവസ്ഥാവിശേഷങ്ങളൊക്കെ ഭൂമിയിലുള്ളവർ ജാഗ്രതയോടുകൂടി കാണേണ്ടതാണ്, ജാഗ്രതയോടുകൂടി ജീവിക്കേണ്ടതുമാണ്. ഇനി ഓരോ രാശിജാതർക്കും വ്യാഴം എങ്ങനെയാണ് അനുഭവപ്പെടുക എന്ന് പറയാം. മേടക്കൂറിൽപ്പെട്ട അശ്വതി, ഭരണി, കാർത്തിക 1-ാം പാദം നക്ഷത്ര ജാതർക്ക് വ്യാഴം 4-ലാണ്. 4-ൽ വ്യാഴം നിൽക്കുന്ന സമയത്ത് ധനം സൽക്കാര്യങ്ങൾക്ക് ചെലവിടണം എന്നുള്ളതാണ് കാണുന്നത്. കുടുംബത്തിൽ സുഖം വർദ്ധിക്കാൻ ഇടവരും. ദൈവികമായ കാര്യങ്ങൾക്ക് ശ്രമിക്കാവുന്ന സമയമാണ്. ഇനി ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക 2, 3, 4 പാദം നക്ഷത്ര ജാതർക്കും രോഹിണി, മകയിരം 1, 2 പാദം നക്ഷത്ര ജാതർക്ക് വ്യാഴം 3-ാം രാശിയിലേക്കാണ് മാറുന്നത്. ഇത് വളരെയേറെ ശ്രദ്ധിക്കേണ്ട സമയമാണ്. 3-ലെ വ്യാഴം ചതുവിൽപ്പെടുത്തുന്ന സമയമാണ്. അതിനാൽ തന്നെ വ്യാഴദോഷത്തിന് പരിഹാരങ്ങൾ ഇവർ നടത്തേണ്ടതുണ്ട്. ഇനി മിഥുനക്കൂറിൽപ്പെട്ട മകയിരം 3, 4 പാദം നക്ഷത്ര ജാതർ, തിരുവാതിര, പുണർദം 1, 2, 3 നക്ഷത്ര ജാതർക്ക് വ്യാഴം 2-ലേക്കാണ് മാറുന്നത്. ധനപരമായ പുരോഗതി ഉണ്ടാകും.
നല്ല വാക്കുകളിൽ ഏവരെയും സ്വാധീനിക്കാൻ കഴിയും. പൊതുവെ ഇവർക്ക് നല്ല കാലമാണെന്നാണ് അറിയേണ്ടത്. ഇനി കർക്കിടകക്കൂറിൽപ്പെട്ട പുണർന്നം 4 പൂയം ആയില്യം നക്ഷത്ര ജാതർക്ക് വ്യാഴം ജന്മത്തിലാകുന്നു. ജന്മത്തിലെ വ്യാഴം സ്ഥാനഭ്രംശം ഉണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ അവർ വ്യാഴപ്രീതി വരുത്തേണ്ടതാണ്. ഇനി ചിങ്ങക്കൂറിൽപ്പെട്ട മകം പൂരം ഉത്രം 1-ാം പാദം നക്ഷത്ര ജാതർക്ക് വ്യാഴം 11-ൽ നിന്നും 12-ാം രാശിയിലേക്കാണ് പ്രവേശിക്കുന്നത്. അതായത് ലാഭസ്ഥാനത്ത് നിന്നും ചിലവിൻ്റെ സ്ഥാനത്തിലേക്ക്. അതുകൊണ്ട് തന്നെ അപ്രതീക്ഷിതമായ അധിക ചിലവുകളാണ് പ്രതീക്ഷിക്കേണ്ടത്. ഇവർ വ്യാഴപ്രീതി വരുത്തേണ്ടത് അത്യാവശ്യമാകുന്നു. ഇനി കന്നിക്കൂറിൽപ്പെട്ട ഉത്രം 2, 3, 4 പാദം നക്ഷത്ര ജാതരും അത്തം ചിത്തിര 1, 2 പാദം നക്ഷത്ര ജാതർക്കും വ്യാഴം 11-ലേക്കാണ് വരുന്നത്. ഇവർക്ക് വരുന്നത് അത് വളരെ അനുകൂലമായ സമയം തന്നെയാണ്. ഏതാണ്ട് നല്ല ഫലം ലഭ്യമാകുന്ന രാശിക്കാരാണ് ഈ കന്നിക്കൂറിൽപ്പെട്ടവർ. തുലാം കൂറിൽപ്പെട്ട ചിത്തിര 3, 4 പാദം നക്ഷത്ര ജാതർക്കും ചോതി വിശാഖം 1, 2, 3 നക്ഷത്ര ജാതരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് ഭാഗ്യസ്ഥാനത്ത് നിന്നിരുന്ന വ്യാഴം കർമ്മസ്ഥാനത്തേക്ക് മാറുന്നു. അതുകൊണ്ട് ഏറ്റവും പ്രധാനമായിട്ട് ഇവർക്ക് വരാവുന്നത് കർമ്മസ്ഥാനത്ത് അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന പ്രയാസങ്ങളായിരിക്കും. അതുകൊണ്ട് തന്നെ ഇവർ നിയമം വിട്ട് പ്രവർത്തിക്കാതിരിക്കുന്നതാണ് ഉത്തമം. ഇവർ തീർച്ചയായിട്ടും വ്യാഴപ്രീതി വരുത്തേണ്ടതുണ്ട്. ഇനി വൃശ്ചികൻ കൂറിൽപ്പെട്ട വിശാഖം 4 അനിഴം തൃക്കേട്ട നക്ഷത്ര ജാതരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് വ്യാഴം 9-ലേക്കാണ് വരുന്നത്. ഭാഗ്യം തെളിയുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ നല്ല ജോലിക്കോ വിദ്യാവിജയത്തിനോ പ്രവേശന പരീക്ഷകളിലെ വിജയത്തിനോ ഒക്കെ സൽഫലം കിട്ടാനിടവരും. ഇവർക്ക് വ്യാഴം ഗുണകരമാണ്. ഇനി ധനുക്കൂറിൽപ്പെട്ട മൂലം പൂരാടം ഉത്രാടം 1-ാം പാദം നക്ഷത്ര ജാതരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് വ്യാഴം 7-ൽ നിന്നും 8-ലേക്ക് മറയുകയാണ്. ഇത് പല വിധത്തിലും എതിരാകും. പ്രധാനമായിട്ടും സ്വന്തം നിലനിൽപ്പ് മറന്നുകൊണ്ട് ഭാവിയിൽ എതിരാകാവുന്ന കാര്യങ്ങളാണ് ഇവർ ചെയ്യുവാനിടവരുന്നത്. അഷ്ടമത്തിലെ വ്യാഴം കഷ്ടതയുടെ പര്യായമാണ്. കടബാധ്യതകൾ വരുത്തി വയ്ക്കുന്നിടവരുന്ന സമയമാണ്. ഇവരും വ്യാഴപ്രീതി വരുത്തേണ്ടത് വളരെ അത്യാവശ്യമാകുന്നു. ഇനി മകരക്കൂറിൽപ്പെട്ട ഉത്രാടം 2, 3, 4 പാദം നക്ഷത്ര ജാതരും തിരുവോണം അവിട്ടം 1, 2 പാദം നക്ഷത്ര ജാതരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് ശത്രുസ്ഥാനത്ത് നിന്നിരുന്ന വ്യാഴം മാറുന്നത് ഉത്തമമായ സ്ഥാനത്തേക്കാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ശത്രുക്കളുടെ ഉപദ്രവം, രോഗങ്ങൾ ഇവയൊക്കെ അനുഭവിച്ച് വിഷമിച്ച ഇവർക്ക് ഇപ്പോൾ നല്ല പ്രവൃത്തികൾ തുടങ്ങുവാനുള്ള ഉത്തമമായ സമയമാണ്. ഇനി കുംഭക്കൂറിൽപ്പെട്ട അവിട്ടം 3, 4 പാദം നക്ഷത്ര ജാതർ ചതയം പൂരുരുട്ടാതി 1, 2, 3 പാദം നക്ഷത്ര ജാതരെ സംബന്ധിച്ചിടത്തോളം വ്യാഴം 6-ലേക്ക് വരുന്നു. കൊടുങ്കാറ്റ് പോലെ ശത്രുക്കൾ ഉയർത്തെഴുന്നേക്കാനിടയുള്ള ഒരു സമയമാണ്. ഇവർ കോടതി, പോലീസ് എന്നിവയുമായി ബന്ധപ്പെട്ട വൈഷമ്യങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഇവർക്ക് രോഗപ്രതിരോധ ശക്തി കുറയുകയും പകർച്ചവ്യാധികൾക്കുമൊക്കെ ഇടവരാനുള്ള ഒരു സമയമായതിനാൽ ഇവർ വളരെയേറെ ശ്രദ്ധയോടെ ജീവിക്കേണ്ടതാണ്. ഇവരും വ്യാഴപ്രീതി വരുത്തേണ്ടതും ഓം നമോ നാരായണായ മുതലായ വ്യാഴപ്രീതികരമായ കർമ്മങ്ങൾ ചെയ്യുന്നതും വളരെ പ്രയോജനപ്പെടും. ഇനി മീനക്കൂറിൽപ്പെട്ട പൂരിട്ടാതി 4 ഉത്രട്ടാതി രേവതി നക്ഷത്ര ജാതരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് വ്യാഴം 4-ൽ നിന്നും 5-ലേക്കാണ് മറയുന്നത്. പൊതുവായ ഭാഗ്യവർധനയാണെന്ന് പറയാം. 4-ലെ വ്യാഴം ധനം നിക്ഷേപിക്കാനും 5-ലെ വ്യാഴം അതിൻ്റെ ഫലം ലഭിക്കുന്നതിനുമാണ് ഇടവരുത്തുന്നത്. അവർക്ക് നല്ല സമയം തന്നെയാണ് എന്നാണ് അറിയേണ്ടത്. വരാവുന്ന ഒരു സംശയം, ഈ വ്യാഴം ഇപ്പോൾ കർക്കിടകത്തിൽ നിന്നും ചിങ്ങത്തിലേക്ക് മാറുമ്പോൾ ഫലത്തിന് വ്യത്യാസം ഉണ്ടാകുമോ എന്നുള്ളതാണ്. അത്ര കാര്യമായ വ്യത്യാസങ്ങളൊന്നും അനുഭവപ്പെടുകയില്ലെന്ന് തന്നെയാണ് ആചാര്യന്മാർ പറയുന്നത്. അതായത് ഈ അതിചാരത്തിൽ വരുമ്പോഴും ഇപ്പോൾ അതിന് മുമ്പുള്ള ഒരു ഫലം തന്നെയാണ് പറയേണ്ടതെന്നാണ് പൊതുവെ ആചാര്യന്മാർ പറഞ്ഞു കേട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ ഒരു സംശയങ്ങൾക്കും ഇടവരുന്നില്ല. വ്യാഴദോഷ പരിഹാരങ്ങൾ അനുഷ്ഠിക്കേണ്ടവരെല്ലാം തന്നെ വ്യാഴത്തെ പ്രീതിപ്പെടുത്തുവാനുള്ള കർമ്മങ്ങൾ ചെയ്യണം. മഹാസുദർശന മന്ത്രം, അതായത് ഓം ക്ലീം കൃഷ്ണായ ഗോവിന്ദായ ഗോപീജനവല്ലഭായ പരായ പരം പുരുഷായ പരമാത്മനേ പരകർമ്മ മന്ത്രയന്ത്ര തന്ത്ര ഔഷധ അസ്ത്രശസ്ത്രാണി സംഹര മൃത്യോർമോചയ മോചയ ഓം നമോ ഭഗവതേ മഹാസുദർശനായ ദീപ്ത്രേ ജ്വാലാ പരിതായ സർവദിക്ഷോഭണകരായ ബ്രഹ്മണേ പരം ജ്യോതിഷേഹും ഫട്ട് സ്വാഹ എന്ന മഹാസുദർശന മന്ത്രം പതിവായി ജപിച്ചാൽ വ്യാഴദോഷമകലും വ്യാഴപ്രീതിക്ക് ഉണ്ടാവും എന്നുള്ളതും അറിഞ്ഞിരിക്കുക. 12 രാശിക്കാർക്കുമുള്ള പൊതുവായ വ്യാഴത്തിൻ്റെ ചാരഫലമാണ് ഇവിടെ പറഞ്ഞത്.
ഇങ്ങനെ വ്യാഴപ്രീതി വരുത്തുകയും അവരവരുടെ ദശാനാഥനെയും അപഹാരനാഥനെയും പ്രീതിപ്പെടുത്തുകയും ചെയ്യുകയാണെങ്കിൽ ജീവിത വിജയം സുനിശ്ചിതമെന്നറിയുക. വീഡിയോ ഏവർക്കും ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ജ്യോതിഷപരമായ നിങ്ങളുടെ സംശയങ്ങൾക്ക് എൻ്റെ വാട്സാപ്പിൽ ബന്ധപ്പെടാവുന്നതാണ്. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണേ. നന്ദി, നമസ്കാരം.